skies actually feel like you are stuck. നിങ്ങളുടെ ലൈഫ് എങ്ങും എത്താത്ത പോലെ തോന്നുന്നു, ജസ്റ്റ് റൊട്ടേറ്റിംഗ് ഇൻ ദ സെയിം ലൈഫ് സൈക്കിൾ. ഞാൻ നിങ്ങളുടെ ടൈം കൂടുതൽ വേസ്റ്റ് ചെയ്യണില്ല. ഐ വിൽ ഗെറ്റ് സ്ട്രൈറ്റ് ടു ദ പോയിന്റ്. ഐ ഡോണ്ട് വാണ്ട് ടു വേസ്റ്റ് യുവർ ടൈം. ഞാൻ ഇതേപോലെ വർഷങ്ങളോളം പ്രത്യേകിച്ച് ഗോൾസ് ഒന്നും ഇല്ലാണ്ട് ലൈഫിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയേണ്ട ഇഷ്ടംപോലെ സമയം ഞാൻ ഇങ്ങനെ ചിലവാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഗോൾസ് ഉണ്ടെങ്കിൽ തന്നെ ഐ ഡിഡ്ന്റ് നോ ഹൗ ടു ഗെറ്റ് ടു മൈ ഗോൾസ്. ആ ഒരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, നമ്മളിപ്പോൾ ഉള്ള സ്റ്റേറ്റും അതേപോലെ തന്നെ നമ്മളുടെ ഗോളിലോട്ട് എത്തണമെങ്കിലുള്ള ആ ഒരു സ്റ്റേറ്റും, അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ എന്നെ കൊണ്ടുപറ്റിയിരുന്നില്ല. ഞാൻ ക്യാപ്ഷനിൽ പറഞ്ഞ പോലെ ദാറ്റ് വൺ ഹാബിറ്റ് ദാറ്റ് ആക്ച്വലി ചേഞ്ച്ഡ് മൈ ലൈഫ്. അത് സത്യം തന്നെയാണ്. ഇറ്റ്സ് ദ ആക്ച്വലി വൺ ഹാബിറ്റ് ദാറ്റ് മെയ്ഡ് എ ലോട്ട് ഓഫ് ചേഞ്ച്. ആ ഒറ്റ കാര്യം നിങ്ങൾ മിക്ക ആൾക്കാരും പറയാനൊക്കെ കേട്ടിട്ടുണ്ടാവും. ദ തിങ് ഈസ് റൈറ്റിംഗ് ഡൗൺ യുവർ ഗോൾസ് എവറി മോർണിംഗ്. ബട്ട് അതിൽ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് റൈറ്റിംഗ് ഡൗൺ യുവർ ഗോൾസ്, ബട്ട് യു ആർ സപ്പോസ് ടു ഫീൽ ഇറ്റ്. നിങ്ങൾ ആ എഴുതുന്ന ഓരോ ഗോൾസ് ഉണ്ടാവില്ലേ, മേ ബി ഇറ്റ് വിൽ ബി നിങ്ങൾ ആ ദിവസം ചെയ്ത് തീർക്കേണ്ട ഗോൾസ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ അൾട്ടിമേറ്റ് ഗോളാവും, വാട്ട് എവർ ഇറ്റ് മേ ബി. നിങ്ങൾ ഡെയിലി എഴുതുമ്പോൾ യു ആക്ച്വലി ഹാവ് ടു റൈറ്റ് ഇറ്റ് ഇൻ പ്രസൻറ്റ് ടെൻസ്. ഓൾറെഡി നടന്ന രീതിയിൽ വേണം എഴുതാൻ. സപ്പോസ് you want to buy a flat or get some amount of money എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര ഒരു പൈസ കിട്ടണം എന്നാണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ ഉണ്ടെങ്കിൽ, ഫ്രം യുവർ ജോബ് ഓർ എനിത്തിങ്, ഫ്രം ബിസിനസ് ഓർ വാട്ട് എവർ. സപ്പോസ് യുവർ ഗോൾ ഈസ് ടു റൺ ഇൻ ദ മോർണിംഗ്. നിങ്ങൾ ആ ഒരു ഗോൾ എന്ന് പറയുന്നത് ആ ഒരു ദിവസം ഓടാൻ പോണതാണെങ്കിൽ, എൻ്റെ ഗോൾസ് അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. ഇൻ ദ ബിഗിനിങ് ഞാൻ ചെറിയ ചെറിയ ഡേ ടു ഡേ ഗോൾസ് ആണ് നോട്ട് ഡൗൺ ചെയ്ത്. അതേപോലെ നിങ്ങൾക്ക് ആ ഒരു ദിവസം ഓടാൻ പോകണം എന്നുള്ളൊരു ഗോളാണെങ്കിൽ യു ആർ ആക്ച്വലി സപ്പോസ് ടു റൈറ്റ് നിങ്ങൾ ഓടാൻ പോയി എന്ന് വേണം എഴുതിയെടുക്കാൻ. യു കുഡ് റൈറ്റ് ഇറ്റ് ഇൻ വേ. ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, മലയാളം ആണെങ്കിൽ മലയാളം. വാട്ട്സ് സ്യൂട്ടബിൾ ഫോർ യു, ജസ്റ്റ് ഡു ഇറ്റ് ഇൻ ദാറ്റ് വേ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് അതിലുള്ള കാര്യം അതാണ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് റൈറ്റിംഗ് ഇറ്റ് ഡൗൺ ബട്ട് ഫീലിംഗ് ഇറ്റ്. അതേ ആ ഒരു കാര്യമുണ്ട്. യു ആർ സപ്പോസ് ടു ഫീൽ ഇറ്റ് ഇമോഷണലി. അതേപോലെ തന്നെ വിഷ്വലൈസ് ചെയ്യുക ആ ഒരു കാര്യം. നിങ്ങൾ ആ എഴുതുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ഓടാൻ പോയി എന്നല്ല എഴുതണം. സോ വെൻ യു റൈറ്റ് ഇറ്റ് ഡൗൺ യു ആർ സപ്പോസ് ടു വിഷ്വലൈസ് യു റണ്ണിങ്. നിങ്ങൾ ആ ഓടാൻ പോണത് വിഷ്വലൈസ് ചെയ്യണം. നിങ്ങൾ ആ ഓടുമ്പോൾ എങ്ങനെയാണോ നിങ്ങൾ ആ ഇട്ടേക്കുന്ന ഡ്രസ്സ്, ആ ഷൂ, അതേപോലെ തന്നെ മെയിൻ തിങ് നിങ്ങൾ ആ ജസ്റ്റ് ഓടാൻ പോകല്ല, നിങ്ങൾ രാവിലെ ആ ഒരു സെറ്റ് ചെയ്ത ടൈം ഉണ്ടാവില്ലേ, അതൊക്കെ നിങ്ങൾ നോക്കണം, ആ വിഷ്വലൈസ് ചെയ്യണം. നിങ്ങൾ ആ സെറ്റ് ചെയ്ത ടൈമിൽ എണീക്കണതും നിങ്ങളെ ബെഡ് റെഡിയാക്കണതും അതേപോലെ തന്നെ ഡ്രസ്സ് ഇടണതും അതിന് മുമ്പ് വെള്ളം കുടിച്ചിട്ടാണോ എങ്ങനെയാണോ പോണത്, അതൊക്കെ വിഷ്വലൈസ് ചെയ്ത് നിങ്ങൾ ആ ഒരു ടൈമിൽ ഓടണതായിരിക്കണം നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണത്. അപ്പോൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ യു ആർ സപ്പോസ് ടു ആക്ച്വലി ഫീൽ ഇറ്റ്. നിങ്ങൾ ആ ശരിക്കും അടുത്ത ദിവസം ഇപ്പോൾ ഗോൾസ് ഏർലി മോർണിംഗ് ആണെങ്കിൽ ഓക്കെ, ആ ഒരു ടൈമിൽ നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ ആ ഓടാൻ പോകില്ലേ, ആ ടൈമിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ ഫീൽ ചെയ്യുക, നിങ്ങൾ ആ ഓടുന്ന ടൈമിൽ ഹൗ യു വിൽ ഫീൽ, ആ ഒരു ഫീലിംഗ് നിങ്ങൾ ആ പ്രസൻറ്റിൽ നിങ്ങൾ ആ എഴുതുമ്പോൾ കൊണ്ടുവരണം. That's the key. You know how this thing works. ഇതെങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഉള്ള ആ ഒരു സ്റ്റേറ്റും അതേപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സ്റ്റേറ്റും, മേ ബി യുവർ അൾട്ടിമേറ്റ് ഗോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഡേ ടു ഡേ ഗോൾ, ഇതിൻ്റെ ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ല. ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനാണ് ലൈക്ക് ടു മേക്ക് എ ബ്രിഡ്ജ്. നിങ്ങൾ ഈ ഒരു രീതിയിൽ ഇതിലോട്ട് എത്താനുള്ള ബ്രിഡ്ജ്, അതാണ് നിങ്ങൾ ഈ എഴുതുന്ന ഡേ ടു ഡേ നോട്ട്സ്. നിങ്ങൾ ആ ഓരോ ദിവസം എഴുതുന്ന നിങ്ങളുടെ ഗോൾസ്. ഇറ്റ് കുഡ് ബി യുവർ അൾട്ടിമേറ്റ് ഗോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ ദിവസം ചെയ്ത് തീർക്കേണ്ട ഗോളാവാം. മോസ്റ്റ് പീപ്പിൾ ഡ്രീം ബട്ട് ദേ ഡോണ്ട് ആക്ട്. അതിൻ്റെ റീസൺ എന്താണെന്നറിയോ? ഇറ്റ്സ് ആക്ച്വലി ബിക്കോസ് യു ഡോണ്ട് ബിലീവ് ഇൻ യുവർ സെൽഫ്. ആ ഒരു ബ്രിഡ്ജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ ആ ഒരു നിങ്ങളിലോട്ടുള്ള ആ ഒരു ബിലീവ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എക്സസൈസാണ് ഞാനിപ്പോൾ പറഞ്ഞത്. റൈറ്റിംഗ് ഡൗൺ യുവർ ഗോൾസ്. Try it for 1 week. Write down your goals. അതേപോലെ തന്നെ എഴുതുമ്പോൾ യു ആർ സപ്പോസ് ടു റൈറ്റ് ആസ് ഇറ്റ് ഹാസ് ഓൾറെഡി ഹാപ്പൻ. നടന്ന രീതിയിൽ വേണം നിങ്ങൾ എഴുതിയെടുക്കാൻ. ജസ്റ്റ് സ്റ്റാർട്ട് ഇറ്റ് ടുഡേ ഇറ്റ് സെൽഫ്, അല്ലെങ്കിൽ നാളെ തന്നെ തുടങ്ങുക. ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ് വാട്ട് യു വിൽ മാനിഫെസ്റ്റ് ഫസ്റ്റ് ഇറ്റ് സെൽഫ്. നിങ്ങൾ ആ ഫസ്റ്റത്തെ ഗോൾ എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ലെറ്റ് മീ നോ ഇഫ് യു നീഡ് എനിത്തിങ്. യുവർ സക്സസ് സ്റ്റോറി സ്റ്റാർട്ട്സ് വിത്ത് എ പെൻ ആൻഡ് എ ബുക്ക്.